ആന്ധ്രാപ്രദേശിൽ നിന്ന് തെയ്യം കാണാൻ പോകുന്നത് ഇതാദ്യമായിട്ടാണ്. എല്ലാവരും ഒന്നും ഞെട്ടിയില്ലേ? ഞെട്ടണ്ട. കണ്ണൂരിൽ നിന്ന് വരുന്ന ടീം തന്നെയാണ് ഇവിടെ തെയ്യം കെട്ടുന്നത്. അതിനുള്ള റെഡിയാവലാണ് കാണാൻ വേണ്ടിയിട്ട്. തെയ്യം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഹരാണ്. കുഞ്ഞിലേ തൊട്ട് തെയ്യം കാണുന്നുണ്ട്. 10-23 വർഷം വരെ കണ്ടിന്യൂസ് ആയിട്ട് തെയ്യം കണ്ടുകൊണ്ടിരുന്നവളാണ് ഞാൻ. എന്നാലും ഒരു തെയ്യം എന്ന് പറയുന്നത് എപ്പോഴും ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു പേടിയും എന്തൊക്കെയല്ലോ ഇമോഷൻസ് വികാരങ്ങൾ നിറഞ്ഞൊരു അവസ്ഥയാണ് എനിക്കുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും സത്യം പറഞ്ഞാൽ തെയ്യം ഒന്ന് അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ വിറയ്ക്കും. പക്ഷെ എനിക്ക് തെയ്യം കാണുന്നത് അത്രയും അത്രയും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. യാദൃശ്ചികമായിട്ടാണ് ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞത്, ഇവിടെയുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ തെയ്യം ആടുന്നുണ്ട്, നിനക്ക് കാണണമെന്ന്. കേട്ട പതി കേൾക്കാത്ത പതി ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും പോകണം. അങ്ങനെ ഞാൻ പോയതാണ്. കേരള സ്റ്റൈലിലുള്ള ഒരു അയ്യപ്പ ക്ഷേത്രമാണ് കേട്ടോ ഇവിടെ ആന്ധ്രയിൽ. ആദ്യമൊക്കെ അയ്യപ്പ ക്ഷേത്രം ഉണ്ട്, നമുക്ക് പോയി വരാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള കുറേ ഒട്ടുമിക്ക അമ്പലങ്ങളെന്നല്ല, ഒരു 95% അമ്പലങ്ങളെന്ന് പറയുന്നതും ഒരുപാട് കളർഫുള്ളായിട്ടുള്ള ഒരു ഗോപുരം, ഇങ്ങനെ വലിയ ഗോപുരം, അങ്ങനത്തെ ഒരു ടെമ്പിൾ സ്റ്റൈലാണ്. ഈ ഒരു അമ്പലം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമായി. കാരണം നമ്മുടെ നാട്ടിൻ പുറത്തുള്ള കുറേ അമ്പലങ്ങൾ എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയിരുന്നാൽ ഭയങ്കര ആശ്വാസവും സമാധാനവും ഒക്കെ ആയിരിക്കില്ലേ. അതുപോലെ ഒരു അമ്പലം നമ്മൾ താമസിക്കുന്നിടത്ത്, അതും ആന്ധ്രാപ്രദേശിലുണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര സമാധാനമായിരുന്നു കേട്ടോ. ഞാനിവിടെ 2-3 വട്ടമേ പോയിട്ടുള്ളൂ. എന്നാലും എനിക്ക് കിട്ടിയ ഒരു സമാധാനം സന്തോഷം എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ നാട്ടിലുള്ള ഒരമ്പലം പോലെ തന്നെയല്ലേ ആ കൊടിമരവും അതിൻ്റെ ചുറ്റിലുള്ള സ്ഥലങ്ങളും അതുപോരാഞ്ഞിട്ട് ഒരു ആൽമരമൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഇതിപ്പോൾ ശിവേൽ നടന്നുകൊണ്ടിരിക്കുക. ശിവേൽ കഴിഞ്ഞിട്ടാണ് നമ്മുടെ തെയ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുത്തെ ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന നാട്ടിൽ നമ്മൾ ചെയ്യുന്ന എല്ലാം അതുപോലെ തന്നെയാണ് ഇവർ അനുഷ്ഠിക്കുന്നത്. സോറി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു സ്ഥലം ഞാൻ പോയപാടെ കണ്ടുപിടിച്ചു. ആദ്യം തൊഴുത് വേഗം തന്നെ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. തെയ്യം നല്ല ഭംഗിയിൽ എനിക്ക് കാണണമെന്നുണ്ട്, ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ തെയ്യം തുടങ്ങിയിട്ടോ. ഇതാ തെയ്യം വരുന്നത്. ഞാൻ നമ്മുടെ മലബാറിൽ 200-200-ലധികം തെയ്യക്കോലങ്ങൾ ഉണ്ട് എന്നാണ്, വെറൈറ്റി ഓഫ് തെയ്യംസ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. അതിൽ കൂടിപ്പോയൊരു 10 വെറൈറ്റി തെയ്യങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളൂ. കാരണം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ തറവാട്ടിൽ ആടുന്ന തെയ്യങ്ങളല്ലാതെ ഞാൻ വേറൊരു പ്രദേശത്ത് പോയി അങ്ങനെ തെയ്യങ്ങൾ കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിൽ തന്നെ കുറേ അമ്പലങ്ങളുണ്ടാവും. അപ്പോൾ തെയ്യ സീസൺ തുടങ്ങിയാൽ തന്നെ ആ അമ്പലങ്ങളിലുള്ള തെയ്യങ്ങളൊക്കെ കാണാൻ പോകും. അപ്പം ഒട്ടുമിക്ക തെയ്യങ്ങളും ഓൾമോസ്റ്റ് സെയിം തന്നെയായിരിക്കും. അപ്പോൾ ഈ വരുന്ന തെയ്യത്തിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്രയും വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അതിലേറെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എൻ്റെ ചെറിയ മോന് പാപ്പുവിന് തെയ്യം എന്ന് പറയുന്നത് ഒരു ഹരാണ്. അവനാകെ 4 വയസ്സ് തികഞ്ഞിട്ട് പോലുമില്ല. പക്ഷെ അവന് ആ തെയ്യം എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഹരാണ്. നാട്ടിൽ പോകണം എന്നുള്ളൊരു ഈ തെയ്യ സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ അമ്മ പറയും, തെയ്യം തുടങ്ങിയ മോനെ വരുന്നുണ്ടോ ചോദിക്കുമ്പോൾ ഇവിടെ പിന്നെ ബഹളമായിരിക്കും. ഇവിടെ കണ്ണും ചുവടും കിട്ടില്ല. നമുക്ക് ഭയങ്കര തലവേദനയായിരിക്കും. തെയ്യം കാണാൻ പോവാം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവൻ്റെ നിർബന്ധത്തിനാണ് കഴിഞ്ഞ വെക്കേഷന് ഞങ്ങൾ തെയ്യ സീസൺ കഴിയുന്നതിന് തൊട്ട് മുന്നേ കാണാൻ പോയത്. അങ്ങനെ അവൻ കുറച്ച് തെയ്യം അവിടുന്ന് എക്സ്പ്ലോർ ചെയ്തു. അതുപോലെ ഭാഗ്യം എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യം പോലെയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങൾ ഇതുവരെ കാണാത്തൊരു തെയ്യക്കോലം ഞങ്ങൾ താമസിക്കുന്ന ഒരു നാട്ടിൽ കെട്ടിയാടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അതൊരു ഭയങ്കര ഒരു ഭാഗ്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എൻ്റെ മോൻ ഈ തെയ്യം ഇങ്ങനെ അടുത്തേക്ക് വരുന്നതൊക്കെ കാണുമ്പോഴേ തൊഴുത്ത് പിടിക്കുക. അവനത്രയും ആ ഒരു അവൻ വളർന്നിട്ടില്ല, നാട്ടിലധികം വളർന്നിട്ടില്ല. പക്ഷെ തെയ്യം എന്നൊക്കെ പറയുമ്പോൾ അവന് അത്രയും ഒരു ഇഷ്ടവും ആരാധനയൊക്കെയാണ്. ഇതിപ്പോൾ ഞങ്ങളുടെ അടുത്തേ കൂടെ പോകുമ്പോൾ അവൻ കൈകൂപ്പി പിടിക്കുമായിരുന്നു കേട്ടോ.
അങ്ങനെ തെയ്യത്തിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് തെയ്യം ഇങ്ങനെ കവർ ചെയ്തിട്ടൊക്കെയാണ് വരിക. തെയ്യത്തിന് മുടി വെക്കാനുണ്ട്, തെയ്യത്തിൻ്റെ കുറച്ച് മേക്കപ്പ് ഫിനിഷ് ചെയ്തിട്ടില്ല, എല്ലാ കാര്യങ്ങളും ഫിനിഷ് ചെയ്തിട്ടില്ല. ഈ ജസ്റ്റ് ഒരു അറ്റയറും തലക്കെട്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് കുറച്ച് ചമയങ്ങൾ മാത്രം ചെയ്തിട്ടാണ് പുറത്തേക്ക്, അതായത് ഈ ഓഡിയൻസിൻ്റെ മുന്നിലേക്ക് വരിക. പിന്നെ ഇതല്ല തെയ്യം ഉപയോഗിക്കുന്ന സ്റ്റൂള്. അത് മെയിൻ പറയാൻ കാരണം ഉണ്ട്, വഴിയെ നിങ്ങൾ കാണും. സ്റ്റൂള് എന്ന് പറയുന്നത് നല്ല മരത്തിൻ്റെ സ്റ്റൂളായിരിക്കും, അതിന് നല്ല ഹെവി ആയിരിക്കും, ഭയങ്കര വെയിറ്റ് ആയിരിക്കും. അങ്ങനത്തെ സ്റ്റൂളാണ് തെയ്യങ്ങൾ യൂസ് ചെയ്യാറ്. കാരണം ഈ ഒരു തെയ്യം എന്ന് പറയുന്നത് ഒരു ഹാഫ് ഓഫ് ദ ടൈം, ഇപ്പോൾ തെയ്യ കളിക്കുന്നില്ലേ, അപ്പോൾ ആ ആട്ടത്തിൻ്റെ ഹാഫ് ഓഫ് ദ ടൈമും സ്റ്റൂളിൻ്റെ മുകളിൽ നിന്നിട്ടാണ് കളിക്കുന്നത്. അപ്പം ഈ തെയ്യത്തിനൊക്കെ സ്റ്റൂള് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. തെയ്യാട്ട സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. പക്ഷേ ഇവിടെ ഇത് ഫ്ലോപ്പായിപ്പോയി. ഈ സ്റ്റൂള് കൊണ്ട് തെയ്യത്തിന് കുറച്ച് അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ എന്ന് പറയുന്നത് പോലെ അതൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടാണ് തെയ്യാട്ടം അല്ലെങ്കിൽ കളിയാട്ടം അവിടെ അരങ്ങേറിയത്. ഭയങ്കര രസമായിരുന്നു. ഇരുന്ന് കണ്ടു, ഞാൻ മുഴുവനും കണ്ട് തീർത്തിട്ടാണ് ഞാൻ പോയത്. ഇപ്പം ഈ അമ്പലത്തിൽ, ഈ ആന്ധ്രാപ്രദേശ് വിശാഖപട്ടണം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അങ്ങനെ ഈ അമ്പലത്തിൽ ഇപ്പം ഇരിക്കുന്നവർ 99.9% ആൾക്കാരും മലയാളികളാണ്. ഞെട്ടിയില്ലേ? ഞെട്ടണ്ട, 99.9% ആൾക്കാരും മലയാളികളാണ്. നല്ല ക്രൗഡഡാണ്. പക്ഷേങ്കിൽ ഈ ഇരിക്കുന്ന ഒരാൾക്ക് പോലും തെയ്യം എന്താണെന്ന് ആദ്യമായിട്ട് കാണുന്നവരാണ്. ഒരു 89% ആൾക്കാരും തെയ്യം ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ തെയ്യം എന്താണെന്ന് ഇപ്പം അറിയുന്ന ആൾക്കാരൊക്കെയാണ് ഇവിടെ കൂടുതലും ഉള്ളത്. എന്നെപ്പോലെ ആൾക്കാർ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ തെയ്യാട്ടം തുടങ്ങിട്ടോ, തെയ്യത്തിൻ്റെ കളി തുടങ്ങി. മുടി വെച്ച് കഴിഞ്ഞാലാണ് തെയ്യം ദേവിയായി മാറുന്നത്, അല്ലെങ്കിൽ ദേവനായി മാറുന്നതെന്നാണ് വിശ്വാസം. അപ്പം മുടിയൊക്കെ വെച്ച് ഈ കഴുത്തിൽ കിടക്കുന്ന മാലകളൊക്കെ ഇല്ലേ, ഈ പൂമാലകൾ, തുളസിമാല, ഇതൊക്കെ അവിടെ നിന്ന് എന്താ പറയണ്ടേ, ആൾക്കാർ, സ്ത്രീകൾ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അതും ഒരു ആചാരമാണ്, ഈ തെയ്യത്തിൻ്റെ ഒരു ആചാരമാണ്. ഈ തെയ്യത്തിൻ്റെ പേരെനിക്ക് ശരിക്കും അറിയില്ല. കുട്ടിച്ചാത്തനാണോ പൂമാല ഭഗവതിയാണോ എന്നൊരു ഡൗട്ടുണ്ട്. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കും, എനിക്കും അറിയാൻ പറ്റുമല്ലോ. ഇത്രയും ആരാധനയോടുകൂടി കണ്ട തെയ്യല്ലേ, പേരറിഞ്ഞില്ലെങ്കിൽ മോശമല്ലേ. തെയ്യത്തിൻ്റെ കളി കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതെന്താണെന്ന് അറിയാത്തത് കൊണ്ടുള്ള ഒരു പരിഭ്രമവും കാര്യങ്ങളും മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. തെയ്യം എന്ന് പറയുന്ന ഒരു വികാരം, ആ ഒരു വികാരം വെച്ച് കണ്ട ആൾക്കാർ വളരെ കുറവായിരുന്നു അവിടെ. അടുത്തേക്കൊക്കെ വരുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഫീലുണ്ടല്ലോ, അത് കുറേ പേരിൽ ഞാൻ അവിടെ കണ്ടിട്ടില്ല. അതിൽ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ തെയ്യത്തിൻ്റെ ആട്ടം, ഈ രണ്ടുപേരും നിൽക്കുന്നവർ രണ്ടുപേരും ഇപ്പം തെയ്യത്തിനടുത്ത് പൊക്കും. കണ്ടോ? ആ ഒരു ഭയങ്കര ഫീലായിരുന്നു കേട്ടോ അവിടെ ഇരുന്ന് കാണുമ്പോൾ. നമ്മൾ എഴുന്നേറ്റ് പോകുന്ന ഓരോരോ മൊമെൻറ്റ്സ് ആയിരുന്നു അവിടെ ഈ തെയ്യാട്ടത്തിൻ്റെ സമയത്ത് അരങ്ങേറിയത്. സത്യം പറഞ്ഞാൽ ഇപ്പോഴും പറയുമ്പോൾ എനിക്ക് അല്ലാത്തൊരു ഫീലാണ് കിട്ടുന്നത്. നിങ്ങൾ കാണും, അത് ശരിക്കും അതൊന്ന് ഇരുന്ന് കാണും. കണ്ടില്ലേ, ആ രണ്ട് ആൾക്കാരാണ് തെയ്യത്തിന് അത്രയും ഉയരത്തിൽ പൊക്കുന്നത്. എന്തൊരു മനോഹരമായ കാഴ്ചയല്ലേ. ഇതാ ഞാൻ പറഞ്ഞത്, ഈ സ്റ്റൂള് ഭയങ്കര അപകടമായിരുന്നു. ഞാൻ കുറേ വീഡിയോസ് സ്കിപ്പ് ചെയ്തു. കാരണം ഞാൻ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കുള്ളിൽ ഭയങ്കര ഭയമായി. അയ്യോ വീഴുമോ, എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടി എൻ്റെ മനസ്സിൽ വന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തില്ല. തെയ്യം അതിൻ്റെ മുകളിൽ കിടന്ന് തന്നെയാണ് കുറേ കളിച്ചത്. അപ്പം ഈ ഒരാൾ താഴെ സ്റ്റൂള് പിടിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പിന്നീടാണ് വന്നത്. തെയ്യം വീഴുന്നുള്ളൊരു അവസ്ഥയെ വന്നപ്പോഴാണ് ആൾ വന്ന് ബലത്തിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആളെ കൊണ്ട് മാത്രം പറ്റിയില്ല. ആളൊന്ന് ജസ്റ്റ് ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തെയ്യം വീഴും. കാരണം തെയ്യത്തിൻ്റെ എല്ലാ കളിയും അതിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ്, കാണുന്നില്ല തെയ്യം
എന്തൊക്കെയാണ് കളിക്കണേന്ന്. ആ രണ്ടുപേര് കൈ ഒന്ന് മാനേജ് ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ ബാക്കി എല്ലാ ബോഡി വെയ്റ്റും എല്ലാ കാര്യങ്ങളും ആ സ്റ്റൂളിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇങ്ങനത്തെ സ്റ്റൂളല്ല ഇത്. അങ്ങേരെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈവിട്ടിട്ടുണ്ട്, കണ്ടില്ലേ? അതൊരു വലിയൊരു അപകടമായിരുന്നു. ഞാനത് മൊത്തം വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ ആ കാണുന്ന ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ തന്നെ ഒരുപാട് പേടിച്ചു പോയൊരു സിറ്റുവേഷൻ ആയിരുന്നു അത്. അതുകൊണ്ട് ഞാൻ അത്രയും വീഡിയോ എടുത്തില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ആട്ടം കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഞാൻ ഇത്രയും അധികം തെയ്യാട്ടം കണ്ടിട്ടില്ല. കുറേ നേരം ഉണ്ടായിരുന്നു, കുറേ നേരം. അവസാനം തെയ്യാട്ടത്തിൻ്റെ ആ ഒരു ദൈവം കയറിയ കളികൾ ഉണ്ടാവില്ല, കുറേ കളികൾ. ആ കളികളൊക്കെ കഴിഞ്ഞതിന് ശേഷം തെയ്യത്തിൻ്റെ ഒരു നടത്തുണ്ടായിരുന്നു, ഒരു മോഹിനി നടത്തം. എന്തു ഭംഗിയായിരുന്നു കേട്ടോ അത്. നല്ല രസമുണ്ടായിരുന്നു. അതാണ് നിങ്ങൾ കുറച്ച് മുന്നേ കണ്ടത്. ആ കൈ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും ഡാൻസ് കളിക്കുന്ന ആൾക്കാരെ പോലെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആട്ടി നല്ല ഭംഗിയിൽ നടക്കും. പിന്നെ അവസാനമാകുമ്പോഴുണ്ടല്ലോ തെയ്യത്തിന് ഈ കുരവിടൽ, അതുപോലെ ആൾക്കാർ എഴുന്നേറ്റ് നിന്നിട്ട് തന്നെ തെയ്യത്തിനെ വണങ്ങണം, അങ്ങനെയുള്ള കുറച്ച് നിർബന്ധങ്ങളൊക്കെ ഉണ്ട് കുറേ തെയ്യങ്ങൾ. ഇതാണ് ഈ തെയ്യാട്ടത്തിൽ എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. തെയ്യം എടുത്തിരിക്കുന്നത് എൻ്റെ മോനെയാണ്, എൻ്റെ പാപ്പൂനെയാണ് തെയ്യം എടുത്തിരിക്കുന്നത്. അവസാനം തെയ്യം പാല് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്, തെയ്യം പാല് കൊടുക്കൽ. അതിന് വേണ്ടിയിട്ട് എൻ്റെ മോനെയാണ് ചൂസ് ചെയ്തത്. ഒരുപാട് ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു മൊമെൻ്റായിരുന്നു എനിക്കും എൻ്റെ മോനും. കഴുത്തിലിട്ട മാലകളിൽ നിന്ന് ഒരു മാല പൊട്ടിക്കാൻ ശ്രമിക്കുന്നതാണ് ആ ദൈവം എൻ്റെ കുഞ്ഞിന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവൻ ലാസ്റ്റ് ആകുമ്പോൾ പേടിച്ചു കിട്ടോ, കരഞ്ഞു. അത്രയും ആരാധനയും ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിലും തെയ്യം എടുത്ത് നടക്കുമ്പോൾ ഉള്ളൊരു ഭയം ഉണ്ടല്ലോ, ആ ഒരു ഭയത്തിൽ അവൻ കുറച്ചു നേരം. ലാസ്റ്റ് മൊമെന്റ് പേഴ്സണലി എനിക്കും കിട്ടിട്ടോ. ഈ കുരവിടുന്ന സമ്പ്രദായത്തിൽ അവിടെ നിൽക്കുന്ന ലേഡീസിന് വേറെ ആർക്കും അറിയില്ല കുരവ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഇടുകയെന്ന്. ഞാനാണ് അത് പ്രോപ്പറായിട്ട് ഇട്ടത്. ദൈവം എന്നെ ഹഗ് ചെയ്തു, ഒരു 2 സെക്കൻഡിലേക്ക് ഹഗ് ചെയ്തു. അപ്പോൾ എനിക്കും കിട്ടിയൊരു ബ്ലെസ്ഡ് മൊമെൻറ്റ്. ഇനി വീഡിയോസ് അധികം ഇല്ല, കാരണം ഞാൻ ഈ ഒരു മൊമെൻ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേറൊരു മൂഡിലായിപ്പോയി, ഭയങ്കര ബ്ലെസ്ഡ് മൂഡിലായിപ്പോയി. സോ ഞാൻ അധികം അങ്ങനെ വീഡിയോസ് എടുത്തില്ല. ഇതാണ് ആ കുരവിടൽ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ഇതാണ് മുടിയൊക്കെ ചീകി വൃത്തിയാക്കി ആ ലേഡീസിൻ്റെ അടുത്ത് പോയി കുരവ കേൾക്കാൻ നിൽക്കുന്നത്. ഈ ഒരു പാർട്ടോട് കൂടി ഞാൻ വീഡിയോസ് സ്റ്റോപ്പ് ചെയ്തതാണ്. കാരണം ഇത് കഴിഞ്ഞാടെ ഈ ലേഡീസിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞപാടെ എൻ്റെ അടുത്തേക്കാണ് വന്നത്. ഞാൻ ആ ഒരു കുരവിട്ടതും ദൈവം എന്നെ ഹഗ് ചെയ്തതും അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊരു ഡ്രീം വേൾഡിലായ പോലെ തോന്നി. പിന്നെ ഞാനങ്ങ് വീഡിയോ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, ബൈ.